തനുവിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അയ്യേ, നീ എന്തിനാ കരയുന്നത്? 2 ആഴ്ച ദാന്ന് പറയും പോലെ പോകില്ലേ? ഞാൻ ഇങ്ങ് പറന്നു വരില്ലേ എൻ്റെ പെണ്ണിനെ കാണാൻ? അതും കൂടി കേട്ടതോടെ തനുവിൻ്റെ കരച്ചിൽ പൊട്ടിക്കരച്ചിലായി മാറി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു ഏങ്ങലടിച്ചു കൊണ്ടിരുന്നു. കാശി അതൊന്ന് തീരാൻ കാത്തുനിന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും തനുവിൻ്റെ കരച്ചിൽ അവസാനിക്കുന്നില്ല എന്ന് കണ്ട കാശി അവളെ ചേർത്ത് പിടിച്ച് ആദരങ്ങൾ സ്വന്തമാക്കി. തനുവിൻ്റെ ശരീരം വിറകൊണ്ടു. കണ്ണുകൾ മിഴിച്ചു വരുന്നത് കണ്ട അവൻ ഭയത്തോടെ അവളിൽ നിന്നും അകന്നു മാറി. പോയിട്ടേ ഉള്ളൂ സോദര, തനുവും തിരിച്ചടിച്ചു. മൂവരും ചിരിച്ചു. അവളെ ഇങ്ങനെ പഴയ പോലെ സന്തോഷമായി കാണാൻ കഴിയും എന്ന് തരുണും തനയും ഒരിക്കലും കരുതിയതല്ല. ഇത്ര വേഗം അവൾക്കൊരു മടങ്ങി വരവ് സാധിച്ചത് കാശി ഒരാൾ കാരണം ആണെന്ന് അവർക്ക് നന്നായി അറിയാം. തങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ പോലും ഇവൾ ഇത്ര പെട്ടെന്ന് നോർമൽ ആകില്ല. അവനോട് അവർക്ക് വല്ലാത്ത മതിപ്പ് തോന്നി. എന്തു പറ്റി? എൻ്റെ ഏട്ടന്മാരുടെ കണ്ണിൽ വല്ല കരടും പോയോ? കണ്ണൊക്കെ നിറഞ്ഞു വന്നല്ലോ. ആ, അത് കല്യാണം കഴിഞ്ഞ പെങ്ങൾ പണ്ടത്തേതിലും ഹാപ്പിയായി ഇരിക്കുന്നത് കണ്ടത് കൊണ്ടുള്ള ആനന്ദാശ്രുവാണ്, പനയ് പറഞ്ഞു. എന്താശ്രു? താന് മനസ്സിലാകാത്ത മട്ടിൽ ചോദിച്ചു. അതോടെ താൻ പറഞ്ഞ് തെറ്റിപ്പോയോ എന്ന സംശയമായി അവന്. എന്തായാലും നിനക്ക് കാര്യം മനസ്സിലായല്ലോ, പിന്നെന്താ? അവൻ ചോദിച്ചു. പിന്നെ 3 പേരും കൂടി സംസാരവും അടിയും ഇടിയും ഒക്കെയായി. മുകളിലെ മുറിയിൽ ജനൽ കൂടി ഇതു കണ്ട നീലുവിൻ്റെ കണ്ണുകൾ തീപ്പാറി. തനുവിൻ്റെ വാക്കും കേട്ട് ഇനി നമ്മൾ കൂടി എല്ലാം മറന്നാൽ അവൾക്കത് ഇനിയും തെറ്റു ചെയ്യാൻ കാരണം ആകുകയുള്ളൂ. തന്നെയും അത് ശരിവെച്ചു. അല്ലെങ്കിലും അങ്ങനെ എല്ലാം മറക്കാൻ നമുക്ക് പറ്റുമോടാ? എന്തൊക്കെ പറഞ്ഞാലും നീലു കാരണം അല്ലേ അന്ന് തനു വീട് വിട്ടുപോയത്? അതുകൊണ്ടല്ലേ നമ്മുടെ പെങ്ങളെ ആ നാറ് പിച്ച് ചിന്തിയത്? കാശി അവളെ വിവാഹം കഴിച്ചു. പതിയെ അവളെല്ലാം മറന്നു തുടങ്ങുകയും ചെയ്തു. എന്നാലും ആ മുറിവ് ഒരിക്കലും ഉണങ്ങാതെ അവളുടെ ഉള്ളിൽ കാണില്ലേ? അതുമാത്രമല്ല തരുൺ, തൻ്റെ ശരീരം കളങ്കപ്പെട്ടു എന്ന തോന്നലിനെ മറികടക്കാൻ അവൾക്ക് പ്രയാസമാണ്. ഇപ്പോൾ തന്നെ ക്ലാസ്സും വീടും കാശിയുടെ പ്രസൻസും ഒക്കെയായി എല്ലാം മൂടി വെക്കുകയാണ് അവൾ. ഉള്ളിൽ കാണുമൊക്കെയും. അല്പം മാറി കാശിയോട് ഫോണിൽ സംസാരിക്കുന്ന തനുവിനെ അവർ നോക്കി നിന്നു. അവളുടെ മുഖത്ത് നാണം വിരിയുന്നതും കണ്ണുകൾ പ്രകാശിക്കുന്നതും അവർ കണ്ടു. പക്ഷേ തങ്ങളുടെ പുറകിൽ എല്ലാം കേട്ടുകൊണ്ട് നിന്ന വ്യക്തിയെ മാത്രം അവർ കണ്ടില്ല. ആ കണ്ണുകളിലെ ഭാവം അവർക്ക് മനസ്സിലായതും ഇല്ല. അത്താഴം കഴിക്കാൻ എല്ലാവരെയും വിളിക്കാനെത്തിയതാണ് സീത. മുറ്റത്തെ മാഞ്ചോട്ടിൽ ഫോണിൽ സംസാരിക്കുന്ന തനുവിനെയും അവളെ നോക്കി നിൽക്കുന്ന തന്നെയും തരുണിനെയും കണ്ടതോടെ അവർ അവിടേക്ക് ചെന്നു. അവർ സംസാരിക്കുന്നത് തനുവിനെ കുറിച്ചാണെന്ന് മനസ്സിലായതോടെ മനുഷ്യ സഹജമായ ജിജ്ഞാസയോടെ അവർ എല്ലാം കേട്ടു. കല്യാണത്തിലേന്ന് ചമ്പമംഗലത്തുണ്ടായ സംഭവങ്ങൾ അവരും അറിഞ്ഞിരുന്നു. തനുവും നീലവും തമ്മിൽ വഴക്കുണ്ടാക്കി എന്നും തനു BP കുറഞ്ഞു വീണു ആശുപത്രിയിലായി എന്നുമായിരുന്നു പുറത്ത് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ തനുവിൻ്റെ ഏട്ടന്മാർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് പുതുമയായിരുന്നു. കല്യാണത്തിലെ നീലുവിനോട് വഴക്കുണ്ടാക്കി തനു അവരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നും അയാൾ അവളെ നശിപ്പിച്ചു എന്നുമാണ് അവരുടെ സംസാരത്തിൽ നിന്ന് സീത മനസ്സിലാക്കിയത്. ഈ കാര്യങ്ങൾ എല്ലാം കാശിയിലും കുടുംബത്തിൽ നിന്ന് മറച്ചു വെച്ചാണ് തനുവിൻ്റെ വീട്ടുകാർ കല്യാണം നടത്തിയതെന്ന് അവർ അനുമാനിച്ചു. തനുവിനോട് പണ്ടേയുള്ള ഇഷ്ടക്കേടും എല്ലാവരും കൂടി കാശിയെ ചതിച്ചു എന്ന ചിന്തയും അവരെ വലയം ചെയ്തു. കൃഷ്ണനോടും കുടുംബത്തോടുമുള്ള തൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ ഇതിലും നല്ല അവസരം ഇനി ഉണ്ടാകില്ല എന്നവർക്ക് തോന്നി. അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടുന്നത് വരെ അവർ കാത്തുനിന്നു. എല്ലാവരും എത്തിയെന്ന് മനസ്സിലായപ്പോൾ അവർ വിഷയം എടുത്തിട്ടു. അല്ല ഹരി, പെങ്ങളോട് വലിയ സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിലേന്ന് ആരുടെ കൂടെ ഇറങ്ങിപ്പോയി പേച്ചുപോയ പെണ്ണിനെ തന്നെ ഞങ്ങളുടെ കാശിമോൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ നിങ്ങൾ? ഹരിപ്രസാദ് ഞെട്ടിത്തെറിച്ചുപോയി. അയാൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പലരും തരുണും തനിയും ഭയന്ന് പരസ്പരം നോക്കി. എന്തൊക്കെയാ സീതെ നിങ്ങളീ പറയുന്നത്? ഞങ്ങളെ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കില്ല കേട്ടോ. സുമിത്ര സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലാവചനമാണോ അല്ലയോ എന്ന് നിങ്ങളുടെ മക്കളോട് തന്നെ ചോദിച്ചു നോക്ക്. സീത ഉറപ്പോടെ പറയുന്നത് കേട്ട് എല്ലാ കണ്ണുകളും തനുവിൻ്റെ നേരെയായി. ശ്വാസം ഇടാൻ പോലും മറന്ന് തറഞ്ഞു നിൽക്കുകയായിരുന്നു തനു. അച്ഛനമ്മമാരും കാശിയുടെ മാതാപിതാക്കളും അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ചുണ്ടായ അപമാനം അവർക്ക് ചിന്തിക്കാൻ പോലും ആകുന്നതിലും അപ്പുറത്തായിരുന്നു. കാശിക്കും തനിക്കും ഒഴികെ മറ്റാർക്കും അറിയില്ല എന്ന് കരുതിയ രഹസ്യമാണ് ചുരുളഴിഞ്ഞു വീണത്. എന്നെങ്കിലും ഈ സത്യങ്ങൾ പുറത്തറിയുന്നത് ഭയന്നാണ് കഴിഞ്ഞൊരു മാസത്തിലേറെയായി അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നത്. ഒരു തുള്ളി കണ്ണീര് പോലും തനുവിൽ നിന്ന് ഉതിർന്നു വീണില്ല. ശീലം പോലെ നിന്നു അവൾ. ഗീത അവളുടെ തോളിൽ കൈവച്ചു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് പോലെ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം തനു മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി. നീല പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ തരുൺ തടഞ്ഞു. പകരം കാവ്യയെ പറഞ്ഞുവിട്ടു. എല്ലാവരും ആ വഴിക്ക് നോക്കി നിന്നു. അല്പനേരം കഴിഞ്ഞു കാവ്യ തിരിച്ചു വന്നു. ചേച്ചി മുറിയിൽ കയറി കഥകടച്ചു. തരുണേട്ട, എന്താ ഇവിടെ നടക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ തായോ?
മാലതി എല്ലാവരെയും ചോദിച്ചു. അവരുടെ മരുമക്കൾക്ക് നേരെ ഉയർന്നിരുന്ന ആരോപണം അത്ര നിസ്സാരമല്ലല്ലോ. നിനക്കിനി മനസ്സിലായില്ലേ മാലതി? കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നൊരു വെഴുപ്പിനെ ഇവളെല്ലാം കൂടി നിന്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. നാണമില്ലാത്ത വർഗം. സീത ചീറി. ഹരിപ്രസാദ് പ്രജ്ഞയേറ്റ് നിന്നുപോയി. ശിവപ്രസാദ് സീതയുടെ നേരെ തിരിഞ്ഞു. നിങ്ങളുടെ നാക്കിന് എല്ലില്ല എന്ന് വിചാരിച്ച് എന്തും വിളിച്ചു പറയാം എന്ന് കരുതരുത്. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ കേട്ടുനിന്നു എന്ന് വരില്ല. ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് എനിക്കറിയാവുന്ന പലരും ഇവിടെയുണ്ട്. നിങ്ങളുടെ മക്കളോട് തന്നെ ചോദിച്ചു നോക്ക്. എന്നിട്ട് എന്നെ ഭരിക്കാൻ വാ. സീത തരുണിൻ്റെയും തനയുടെയും നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ മക്കളെ കേട്ടത്? നമ്മുടെ തനുവിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? നിങ്ങളെങ്കിലും ഒന്ന് പറയൂ. സുമിത്ര അവരുടെ മുന്നിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞു. തരുൺ അമ്മയെ ചേർത്ത് പിടിച്ചു. അവരുടെ തലക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നത് അമ്മേ. അതിലൊന്നും ഒരു കാര്യവുമില്ല. അമ്മ പോയി ഉറങ്ങാൻ നോക്ക്. ആരെയും നോക്കാതെ സുമിത്രയെയും കൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ തരുണിനെ മാലതി തടഞ്ഞു. സത്യം എന്താണെന്ന് എല്ലാവരും പറഞ്ഞിട്ട് പോ തരുൺ. തരുൺ, നീ അമ്മയെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഇവർക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം. അവിടെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സമ്മതിക്കാതെ തരുൺ സുമിത്രയെ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ബേബി കൂടുതലായതിന് മരുന്നും കഴിക്കുന്ന സ്ത്രീയാണ്. അവിടെ കേൾക്കുന്നത് താങ്ങാനുള്ള കെൽപ്പ് അവർക്കുണ്ടായി എന്ന് വരില്ല. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും മക്കളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ സുമിത്രയ്ക്ക് മനസ്സിലായിരുന്നു. അറ്റവും മുറിയും കേട്ട് ഇവർ വന്ന് പറയുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ. തനൈ പറഞ്ഞു തുടങ്ങി. കല്യാണത്തിൻ്റെ തലേന്ന് ഈ നെറികെട്ടവളുടെ വാക്ക് കേട്ട് തകർന്നു പോയതാണ് തനു. തനു ഈ വീട്ടിലെ വളർത്തുമകളാണെന്നും കാശി അവൾക്ക് വിട്ടുകൊടുത്തില്ലെങ്കിൽ സത്യം എല്ലാവരെയും അറിയിക്കും എന്നൊക്കെയായിരുന്നു ഭീഷണി. സത്യങ്ങൾ അറിയാമെങ്കിലും അത്തരം ഒരു ആരോപണം അവൾ ഉന്നയിച്ചതിന് തനു തകർന്നുപോയി. കാശി വിട്ടുകൊടുക്കണം എന്ന് കൂടി പറഞ്ഞതോടെ പാവം ആകെ വിഷമിച്ചു. എങ്കിലും സഹോദരിയായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാശിക്കും നീലുവിനും ഇഷ്ടമാണെന്ന് കൂടി കേട്ടപ്പോൾ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായി. അല്പനേരം ഒറ്റയ്ക്കിരിക്കാൻ നമ്മുടെ കുന്നിൻ ചെടിയിൽ പോകാൻ ഇറങ്ങിയതാണ് അവൾ. പോകുന്ന വഴിക്ക് ആരോ അവൻ ബാക്കി പറയാതെ നിർത്തി. സ്വന്തം സഹോദരിയെ ഒരാൾ പീഡിപ്പിച്ചെന്ന് തുറന്നു പറയാൻ ഏതാങ്ങൾക്കാണ് കഴിയുക? ഇവർ പറയുന്നത് പോലെ അവൾ ആരുടെയും കൂടെ പോയി നശിച്ചതൊന്നുമല്ല. അയാൾ ബലമായി അവളെ പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. തനു റേപ്പ് വിക്ടിമാണ്. കാശി കൃത്യസമയത്ത് എത്തിയത് കൊണ്ടാണ് അന്ന് അവൾക്ക് അധികം അപകടം ഒന്നും ഉണ്ടാക്കാതെ തിരികെ കിട്ടിയത്. എന്നോടും തരുണിനോടും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് കാശിയാണ്. മറ്റാരെയും അറിയിക്കാതെ നോക്കാനും അവർ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ആരെയും ചതിച്ചിട്ടില്ല. തനി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവിടെയാകെ സൂചി വീണാൽ പോലും അറിയുന്ന വിധത്തിൽ നിശബ്ദത പരന്നു. മാലതിയേട്ടന്മാർ ഒന്ന് നോക്കി. പിന്നെ ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞു. കൃഷ്ണേട്ടാ, പോകാം. കൃഷ്ണൻ എന്തു പറയണം എന്ന് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. തനുവിനെ അയാൾക്ക് ജീവനായിരുന്നു. അവൾക്ക് ഇത്തരമൊരു ദുരന്തം ഉണ്ടായി എന്ന വാർത്ത അയാളെയും തകർത്തിരുന്നു. മാലതി, അത് 28 വർഷമായി നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. കൃഷ്ണേട്ടാ, മാലതി അർത്ഥം മുറിച്ച പോലെ പറഞ്ഞു. അവരുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. മാലതിക്ക് പിന്നാലെ കാവ്യയും കൃഷ്ണനും സീതയും പടിയിറങ്ങി പോകുന്നത് കണ്ടുകൊണ്ട് തരുൺ വന്നത്. അപ്പച്ചി എവിടെ പോകുന്നു? അവൻ്റെ ചോദ്യം അവർ കേട്ടതായി പോലും ഭാവിച്ചില്ല. കൃഷ്ണനും കാവ്യയും അവനെ നിസ്സഹായരായി നോക്കി. സീതയുടെ മുഖത്തും ചലനങ്ങളും വിജയഭാവമായിരുന്നു. അച്ഛ, എന്താ ഉണ്ടായത്? അവരൊക്കെ എന്താ പോകുന്നത്? ഇവിടെ എന്തു നടന്നു എന്നതിലല്ല, കാമുകയും കുടുംബവും പോയതിലാണ് ഏട്ടൻ ഇപ്പോഴും വിഷമം അല്ലേ? അതുവരെ വിണ്ടാനിന്ന നീലു തരുണിൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു. ഇതുവരെയുള്ള എല്ലാ ദേഷ്യവും ചേർത്തറ്റയടിയായിരുന്നു തരുൺ. തല്ലു കിട്ടിയാൽ നീ നന്നാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനും ഇവനെ ഇത്രയുമൊക്കെ ചെയ്തു വെച്ചിട്ടും നിന്നെ അടുക്കാതിരുന്നത്. ഈ അടി നീ ചോദിച്ചു വാങ്ങിയതാണ് നീലു. അറിഞ്ഞോ അറിയാതെയോ തനുവിന് സംഭവിച്ചതിന് നീയും ഉത്തരവാദിയാണ്. അട്ടയെ പിടിച്ചു മെത്തല് കിടത്തിയാൽ കിടക്കില്ല എന്ന് പറയുന്നത് സത്യമാണ്. എവിടെ ആർക്കുണ്ടായത് എന്നൊന്നും അറിയാത്ത ഒരെണ്ണത്തിനെ പിടിച്ചു രാജകുമാരി വളർത്തിയത് ഇവിടെ എല്ലാവർക്കും പറ്റിയ തെറ്റ്. മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ആളും ബഹളുമായി നിന്ന വീട്ടിൽ ശ്മശാനമുഖതയായി. ആരും ആരെയും നോക്കുന്നില്ല. ആരും ആരോടും സംസാരിക്കുന്നില്ല. മകൾക്ക് സംഭവിച്ച ദുരന്തം അത്രയേറെ അവരെ തകർക്കാൻ കഴിയുന്ന ഒന്നായിരുന്നല്ലോ. ഒരുപാട് നേരം കഥകൾ മുട്ടിയതിനു ശേഷമാണ് തനു കഥക തുറന്നത്. ഇപ്പോഴും അവൾ കരയുകയായിരുന്നു. ഇപ്പോഴും അവൾ കരയുന്നില്ല. ഒരു തുള്ളി കണ്ണീര് പോലും ആ മിഴികളിൽ നിന്ന് വീണില്ല. പ്രതിമയെപ്പോലെ തോന്നിച്ചു അവൾ. സ്വന്തം സന്തോഷത്തെക്കാളും ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നവളാണ് തനു. ആ സന്തോഷമാണ് അവൾ കാരണം എന്നേക്കുമായി കുറച്ചു മുമ്പ് തകർന്നു വീണത്. തനിക്ക് സംഭവിച്ച ദുരന്തത്തെക്കാൾ ഒരുപക്ഷെ തനുവിന് വേദന തോന്നിയത് ഇപ്പോൾ താൻ കാരണം പ്രിയപ്പെട്ടവരെല്ലാം അപമാനിക്കപ്പെട്ടു നിന്ന് പോയിരിക്കാം.
ഭർത്താവിൻ്റെ കുടുംബത്തിന് മുമ്പിൽ തൻ്റെ അച്ഛൻ കുറ്റക്കാരനും ചതിയനും ആയി നിന്നപ്പോഴായിരിക്കാം താൻ അവിവേകം എന്തെങ്കിലും കാണിച്ചാലോ എന്ന് കരുതി ഏട്ടന്മാർ രണ്ടുപേരും അവൾക്ക് കാവലിരുന്നു. അന്ന് ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. മുറിഞ്ഞ് ചോരയൊലിക്കുന്ന ഹൃദയമായി എല്ലാവരും നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് ശമ്പകലം വീടുകളുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയുമായാണ്.